നിങ്ങൾ വിചാരിച്ച തൊഴിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥയിലാണോ? നിങ്ങൾ വിചാരിച്ച പോലെ ജോലി കിട്ടാതിരിക്കുക, ബിസിനസ് തുടങ്ങിയ ആവേശം ഇപ്പോഴില്ലാതിരിക്കുക, പുതിയ ക്ലയൻസിനെ ക്യാൻവാസ് ചെയ്യാൻ പറ്റാതിരിക്കുക, പുതിയ വർക്കുകൾ കിട്ടാതിരിക്കുക, ജോലിയിൽ വിചാരിച്ച പ്രൊമോഷൻ കിട്ടാതിരിക്കുക, ബോസുമായും എപ്പോഴും ഒരു നീരസത്തിൽ, അതായത് ഒരു പ്രശ്നം എപ്പോഴും ബോസുമായിട്ടുണ്ടാകുന്നു, മനസമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മനസമാധാനത്തോടുകൂടി ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, വിചാരിച്ച പോലെ ക്ലയൻസിനെ കിട്ടുന്നില്ല, ഉള്ള ക്ലയൻസ് ആണെങ്കിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഹായ്, എൻ്റെ പേര് ശാലിനി. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഹോപ്പ് നപ്നോ സർട്ടിഫൈഡ് ഹീലറാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ഏതെങ്കിലും ശാന്തമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. വീട്ടിലോ റൂമിലോ എവിടെയാണെങ്കിലും ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക. എന്നിട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കുക. ബോഡി റിലാക്സ് ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. ഇയർഫോൺസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇയർഫോൺസ് ഉണ്ടെങ്കിൽ അത് ചെവിയിൽ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. നെഞ്ചിൽ കൈവയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് ഏറ്റുപറയും. എൻ്റെ തൊഴിലിൽ, ബിസിനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. എൻ്റെ തൊഴിലിൽ അഥവാ ബിസിനസ്സിൽ ഇതുവരെ സംഭവിച്ചതിൻ്റെ 100% ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഇനി എൻ്റെ തൊഴിലിൽ, ബിസിനസ്സിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അതിൻ്റെയൊക്കെ 100% ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ തൊഴിലിലെ അഥവാ ബിസിനസ്സിലെ ലക്ഷ്യങ്ങൾ നേടാനുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നതിന് ഐ എം സോറി. എൻ്റെ തൊഴിലിലോ ബിസിനസ്സിലോ എന്താണ് വേണ്ടത് എന്ന വ്യക്തത ഇതുവരെ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഐ എം സോറി. ചെയ്യേണ്ട പല കാര്യങ്ങളും വേണ്ട പോലെ ചെയ്യാതിരുന്നതിന് ഐ എം റിയലി സോറി. ലക്ഷ്യങ്ങൾ മാറ്റി സ്ഥിരത നഷ്ടപ്പെടുത്തിയതിന് പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ തൊഴിലിൽ അഥവാ ബിസിനസ്സിൽ എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ മറന്നുപോയി. പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ കഴിവുകളിൽ എന്നെ സംശയിച്ചത് പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ തൊഴിൽപരമായ ലക്ഷ്യങ്ങൾ, എൻ്റെ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനുള്ള അവസരങ്ങൾ തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഉത്സാഹത്തോടെയും ലക്ഷ്യങ്ങളിലേക്ക് ഉത്സാഹത്തോടെയും ആവേശത്തോടെയും പ്രവർത്തിക്കാനുള്ള എൻ്റെ കഴിവിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. വിജയവും സംതൃപ്തിയും നിറഞ്ഞ ഒരു തൊഴിൽ, ബിസിനസ് ചെയ്യാൻ സാധിച്ചതിന് നന്ദി. താങ്ക് യു. ഞാൻ ചെയ്യുന്ന തൊഴിലിനെ, ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു. എൻ്റെ തൊഴിലിൽ, എൻ്റെ ബിസിനസ്സിൽ ഞാൻ സംതൃപ്തയാണ്. ഐ ലവ് യു മൈ ഡിയർ കരിയർ. ഇന്നു മുതൽ എൻ്റെ തൊഴിലിൽ, എൻ്റെ ബിസിനസ്സിൽ സംഭവിക്കുന്നതിന് ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇതുവരെ എൻ്റെ തൊഴിലിൽ, ബിസിനസ്സിൽ സംഭവിച്ചതിൻ്റെ 100% ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ നേടേണ്ട വിജയത്തിന് ഞാൻ അർഹയോ അല്ല എന്ന് ഫീൽ ചെയ്തതിന് ഐ എം സോറി. എൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ എന്നെ സ്വയം സംശയിച്ചതിന് ഐ എം സോറി. എനിക്ക് വേണ്ടത് എന്നിലേക്കെത്താൻ
ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വിശ്വസിച്ചതിന് ഐ എം സോറി. എനിക്ക് എന്തും നേടാനുള്ള അർഹതയുണ്ട് എന്ന് മറക്കുന്നതിന് പ്ലീസ് ഫോർഗീവ് മീ. ഊർജതലത്തിൽ ഞാനും പ്രപഞ്ചശക്തിയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തും നേടാനാകുമെന്നതും എനിക്ക് അർഹതയുണ്ടെന്നുള്ളതും ഞാൻ മറന്നുപോയിരുന്നു. പ്ലീസ് ഫോർഗീവ് മീ. ഞാനൊരു മജീഷ്യനാണ് എന്ന കാര്യം മറന്നുപോയതിന് പ്ലീസ് ഫോർഗീവ് മീ. എനിക്കെല്ലാം നേടാനുള്ള അർഹതയുണ്ട്, എല്ലാവർക്കും എല്ലാം നേടാനുള്ള അർഹതയുണ്ടെന്ന് തിരിച്ചറിവ് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ തൊഴിൽ ലക്ഷ്യങ്ങൾ, എൻ്റെ ബിസിനസ് ലക്ഷ്യങ്ങൾ ആകർഷിക്കാനുള്ള പവർ എനിക്ക് തന്നതിനും അതുവഴി എൻ്റെ ലക്ഷ്യത്തിലേക്ക് അനായാസവും സന്തോഷകരമായി എത്തിച്ചേരാൻ സാധിക്കുന്നതിന് താങ്ക് യു. എൻ്റെ തൊഴിൽ, എൻ്റെ ബിസിനസ് 10 മടങ്ങ് മൂല്യം എന്തിനും കൊടുക്കാനുള്ള കഴിവ് എനിക്ക് തന്നതിന് താങ്ക് യു. ഞാൻ ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു. ഈ തൊഴിൽ, ഈ ബിസിനസ് തന്നതിന് യൂണിവേഴ്സ് ഐ ലവ് യു. എൻ്റെ തൊഴിലിനെ, എൻ്റെ ബിസിനസ്സിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എൻ്റെ തൊഴിലിൽ, എൻ്റെ ബിസിനസ്സിൽ ഞാൻ സംതൃപ്തനാണ്, സംതൃപ്തയാണ്. എൻ്റെ തൊഴിലിലുള്ള, എൻ്റെ ബിസിനസ്സിലുള്ള വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. ബാക്കിയുള്ളവരെയും എൻ്റെ കൂടെയുള്ളവരെയും ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് സഹായം സ്വീകരിക്കാനും സഹായം ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഊർജതലത്തിൽ ഞാനും എല്ലാവരും പ്രപഞ്ചവും എല്ലാം ഒന്ന് തന്നെയാണ്. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. ഇനി നിങ്ങളുടെ തൊഴിലിനെയും നിങ്ങളുടെ ബിസിനസ്സിൽ, ഇനി നിങ്ങളുടെ തൊഴിലോ നിങ്ങളുടെ ബിസിനസ്സോ അതിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ നേടിക്കഴിഞ്ഞതായി മനസ്സിൽ കരുതുക. മനസ്സിൽ അങ്ങനെ കാണുക. കണ്ണുകളടയ്ക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ തൊഴിലിലോ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് വ്യക്തമായി കാണുക. നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. സ്നേഹത്തോട്, ഇഷ്ടത്തോട് നിങ്ങൾക്കത് വ്യക്തമായി കാണാം. അത് ആസ്വദിക്കുക, തിരിച്ചറിയുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിച്ചാണ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് അതൊരു മാജിക് ആയിരിക്കും, അല്ലേ? എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഫീലിംഗ്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്താണ് നിങ്ങൾ ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ ഒരുപാട് സഹായിക്കും. ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ളത് എനിക്കറിയാൻ കൂടുതൽ സഹായകമാകും. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നതായിരിക്കും, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. തൊഴിൽ കിട്ടാതെ, തൊഴിൽ അഭിവൃദ്ധിയില്ലാതെ, ബിസിനസ്സിന് ബുദ്ധിമുട്ടായി കുറച്ച് മുന്നേ നിങ്ങൾ അനുഭവിച്ച അതേ ഫീലിങ്ങിൽ, അതേ
ടെൻഷനിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പം അവർക്കൊക്കെ സഹായകരമാകുന്നൊരു വീഡിയോ ആണ്. അപ്പം പരമാവധി ഈ വീഡിയോ നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഒരു ലൈക്ക് കുറേ പേർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സഹായകമാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് താങ്ക് യു. ഇനി എന്തൊക്കെ വീഡിയോസാണ് എൻ്റെ അടുത്തുനിന്ന് വേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരാം കേട്ടോ. അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിലേക്കുള്ള മാറ്റം നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ. നമസ്കാരം.